Good afternoon. Good afternoon. സുഖാണോ? വെക്കേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണം എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ എല്ലാവരും? ഓക്കെ. നാളെ പോർഷൻസ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് ഓണത്തിനിടയിലെല്ലാം പോയാ? പഠിച്ച കാര്യങ്ങളൊക്കെ പോയാ? ഓണാഘോഷിച്ചു വന്നപ്പോ? ആ പോർഷൻസ് വായിച്ചു നോക്കിയിട്ടുണ്ടാ? ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് റീക്യാപ്പ് ചെയ്തൊന്ന് പറയാൻ പറ്റുമോ? എടുത്തവര് ആക്സിഡന്റ് അത് എമർജൻസി ആ ചാപ്റ്റർ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ പറ്റുമോ ആർക്കെങ്കിലും? എടുത്തത് വരെ ഒന്ന് ക്രോഡീകരിച്ച് പറയാൻ പറ്റുമോ? ആരാ പറയാ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ആരുമില്ല. ഒരാൾ പറഞ്ഞേ. എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? പറ, ആരെങ്കിലും പറ. മേജർ ട്രോമയിലും സർവീസിലും ഇൽനെസ്സിനകത്തും കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ചികിത്സിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനെ കൂടാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് കൂടാതെ 3 പേരിൽ നമ്മൾ അവനെ അറിയപ്പെടുന്നു. അതായത് കാഷ്വാലിറ്റി, എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഒന്നുണ്ട്, പിന്നെ എമർജൻസി റൂം എന്നും പറയുന്നു. 24 hours ഇത് ഓപ്പൺ ആയിരിക്കും. പിന്നെ കൂടാതെ വരുന്ന രോഗികൾ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് അല്ലാത്ത, ഇത് അവർക്ക് ബോധരഹിതരായിട്ട് വരുന്നവര്, പിന്നെ എന്നിട്ട് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുഴഞ്ഞു വീഴുക, നെഞ്ചുവേദന വലിയ രീതിക്കുള്ള, പിന്നെ അബ്ഡോമിനൽ പെയിന്, വയറുവേദനകൾ, പിന്നെ സ്ട്രോക്ക് ബാധിച്ചവര്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ, അങ്ങനെ പോലുള്ള എല്ലാ രോഗികളെയും നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. അതേപോലെ തന്നെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഇച്ചിരി ദൂരെ ആയിട്ടായിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കാണപ്പെടുന്നത്. അവിടെ ആംബുലൻസ് പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. വെൽ മാർക്കഡ് ആയിട്ടുള്ള, അതായത് സയൻസും കാര്യങ്ങളും അവിടെ എത്തിച്ചേരേണ്ടുള്ള സയൻസ് ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പിന്നെ റോഡിൽ സ്ട്രീറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അറിയാൻ വേണ്ടിയുള്ള ഈസിലി വിസിബിൾ ആയിരിക്കും. സ്ട്രീറ്റിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും ലിസ്റ്റുകളുടെയോ റേഡിയോളജി ഭാഗത്തിന്റെയും ലബോറട്ടറി ഭാഗങ്ങൾക്കും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. പിന്നീട് പറഞ്ഞത് ഡിസൈൻ ആയിരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ. അതായത് കാഷ്വാലിറ്റി ആ ഭാഗത്ത് ആംബുലൻസ് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് രോഗിയെ എടുത്തിറക്കാനുള്ള സാഹചര്യത്തിൽ മഴയൊക്കെ ആണെങ്കിൽ വരാതിരിക്കും. അവിടെ ഷെൽട്ടറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ ആംബുലൻസ് നേരെ വന്ന് അതിന്റെ മുറ്റത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ പുറത്തോട്ട് അതിനൊരു കൂടാരങ്ങളൊക്കെ പ്രോപ്പർ ഷെൽട്ടേർഡ് ആയിരിക്കും. പിന്നെ ആംബുലൻസിനായാലും
കാറുകൾക്കായാലും പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ അക്കോമഡേഷൻ ഷെൽട്ടേഴ്സ് ആണ്, സ്പേസ് ഫോർ അക്കോമഡേഷൻ ഷെൽട്ടേഴ്സ് ആണ്. സ്ട്രെച്ചേഴ്സിന് അതായത് കിടപ്പ് രോഗികളെ കൊണ്ടുവരാൻ സ്ട്രെച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ വീൽ ചെയർക്കെല്ലാം ഊറ്റിക്കൊണ്ട് പോകാൻ ആ സ്പേസ് റാം സ്പേസ് ഉണ്ടായിരിക്കണം. പിന്നെ മേജർ സ്പേസ് ഡിറ്റർമിനേഷൻ ഫോർ പ്ലാനിങ് ഫങ്ഷണൽ ഏരിയസ് ആണ് പിന്നെ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത്ര വരെ ക്ലിയർ ആയില്ലേ? ഫങ്ഷണൽ ഏരിയ വരെ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോട്ടെ മിസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കേട്ടോ, മ്യൂട്ട് ചെയ്യാനായിട്ട് മിസ്. ഓക്കെ, ഇനി നമ്മൾക്ക് എടുക്കാൻ പോകുന്നത് അതർ ഏരിയാസ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൊസീജിയർ റൂം. എന്തായിരിക്കും പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാല്? ഐഡിയ ഉണ്ടോ? പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രൊസീജിയർ റൂം ഐഡിയ ഉണ്ടോ? ഇല്ല. യെസ് ഓർ നോ? ഇല്ല. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞാല് മൈനർ സർജറി, അതുപോലെ എൻഡോസ്കോപ്പി, പിന്നെ എന്താണ് ലേസർ പ്രൊസീജിയർ, ഇതൊക്കെ നടത്തുന്ന ഒരു റൂം ആയിരിക്കും അല്ലെ. ഇതിനുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്ന റൂം ആയിരിക്കും പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? എൻഡോസ്കോപ്പി ചെയ്യാനുള്ള പ്രൊസീജിയർ, അതുപോലെ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ അതിന് ചെയ്യേണ്ട കുറച്ച് പ്രൊസീജിയർ ഉണ്ടാവും അല്ലെ. പിന്നെ എന്താണ് മൈനർ സർജറി, ചെറിയ ചെറിയ സർജറികൾ നടത്തില്ലേ, അപ്പൊ അതിനും എന്താണ് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നടത്തുന്ന റൂംസിനെയാണ് നമ്മൾ പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എൻഡോസ്കോപ്പി, ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മൈനർ സർജറി ഒക്കെ നടത്തുമ്പോൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അതുപോലെ എന്താണ് എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ അതിനുള്ള പ്രൊസീജിയർ, അങ്ങനെയുള്ള പ്രൊസീജിയർ നടത്തുന്ന റൂമാണ് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് പ്ലാസ്റ്റർ റൂം. അതറിയാലോ, പ്ലാസ്റ്റർ ഇടുന്നത് കൈയുടെ എല്ല് പൊട്ടലോ ചതവോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ബാൻഡേജ് ഇടോ അല്ലെ, പ്ലാസ്റ്റർ ഇടും. അങ്ങനെ പ്ലാസ്റ്റർ ഇടുന്ന റൂമിനെയാണ് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. ഇതറിയാലോ, നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ഇനി എന്താണ് ഫാർമസി ഓർ ഡ്രഗ് പ്രിപ്പറേഷൻ. ഫാർമസി എന്ന് പറഞ്ഞാൽ അറിയാലോ, മരുന്നുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമിനെയാണ് നമ്മൾ ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എമർജൻസി ആൻഡ് ആക്സിഡന്റ് ഡിപ്പാർട്ട്മെന്റിലെ സെപ്പറേറ്റ് ആയിട്ട്, ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പെട്ടെന്ന് രോഗികളെ പ്രവേശിപ്പിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് എന്താണ് മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഏരിയാസ് ഉണ്ടായിരിക്കും. അതാണ് അതിൽ വരുന്നത്. ഇനി എന്താണ് ഐസൊലേഷൻ റൂം അല്ലെ. ഇപ്പൊ കൊറോണ നിപ്പയൊക്കെ വരും അല്ലെ, അങ്ങനെ വരുമ്പോ ആ രോഗികളെ എന്ത് ചെയ്യുന്നു, ഒറ്റപ്പെട്ട റൂമുകളില് പ്രവേശിപ്പിച്ചിട്ട് ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതാണ് ഐസൊലേഷൻ റൂം, ഒറ്റപ്പെട്ട റൂം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട, അപ്പൊ ഒറ്റപ്പെട്ട റൂമിൽ അല്ലെങ്കിൽ എന്താണ് ഒരു റൂമിൽ പ്രവേശിപ്പിച്ച് അവരെന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. കൊറോണയൊക്കെ മറ്റുള്ള രോഗികൾക്ക് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഒരു റൂമിൽ കൊടുക്കുന്നതിനെയാണ് ഐസൊലേഷൻ റൂം എന്ന് പറയുന്നത്. ഡീകണ്ടാമിനേഷൻ ഏരിയ. എന്താണ് ഡീകണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല്? ഡീകണ്ടാമിനേഷൻ അണുവിമുക്തമാക്കുന്ന ഏരിയാസ് അല്ലെങ്കിൽ പ്രദേശങ്ങൾ അണുവിമുക്തമാക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം, എന്താണ് ഒരു ഫാക്ടറിയില് കെമിക്കൽ എക്സ്പോഷർ നടന്നു, ഒരു സ്ഫോടനം നടന്നു. അപ്പൊ സ്ഫോടനത്തില് അതിലെ ഒരാൾക്ക്, അവിടുത്തെ ലേബറിലെ ഒരാൾക്ക് എന്താണ് കെമിക്കൽ, അയാളുടെ ബോഡി മൊത്തം കെമിക്കൽ ആയിരുന്നു. സ്ഫോടനം നടത്തുമ്പോൾ ഫുൾ ബോഡി മൊത്തം കെമിക്കലായി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അയാളെ ആദ്യം കൊണ്ടുവരുന്നത് ഈ ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും. എന്താണ് അണുവിമുക്തമാക്കിയിട്ടായിരിക്കും അയാൾക്ക് വെച്ച ട്രീറ്റ്മെന്റ് നൽകാനായിട്ട് പാടുള്ളൂ. അപ്പൊ അയാളുടെ ബോഡിയിലെ മൊത്തം കെമിക്കല് അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് വെച്ച ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അയാളെ ആദ്യം ഈ ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്.
കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡീകണ്ടാമിനേഷൻ ഏരിയ മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി സ്റ്റോറേജ് എന്തായിരിക്കും? സ്റ്റോറേജ് എന്തായിരിക്കും? സ്റ്റോറേജ് അറിയാലോ, പഠിച്ചിട്ടുണ്ട് നമ്മള്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാല് സ്റ്റോറേജ് ഏരിയ എന്താണ്? സ്റ്റോറേജ് ഏരിയാസിൽ എന്തൊക്കെയാണ് സ്റ്റോറേജ് വെക്കണത്? മെഷീൻസ്, എക്യുപ്മെന്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. ഇനി ക്ലീൻ ആൻഡ് ഡേർട്ടി യൂട്ടിലിറ്റി. ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഷ്യൻസിന് ഒരു പേഷ്യന്റ് ഉപയോഗിക്കാത്ത സിറിഞ്ച്, ന്യൂ ആയിട്ടുള്ള സിറിഞ്ചുകള്, പുതിയ സിറിഞ്ചുകള്, പുതിയ പഞ്ഞികളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന റൂമിനെയാണ് ക്ലീൻ റൂം എന്ന് പറയുന്നത്. ഒരു പേഷ്യന്റ് ഉപയോഗിക്കാത്ത പുതിയതായിട്ടുള്ള സിറിഞ്ചുകള്, പഞ്ഞികള്, അതുപോലത്തെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയനെയാണ് ക്ലീൻ റൂം എന്ന് പറയുന്നത്. ഇനി ഡർട്ടി റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് ഉപയോഗിച്ച സിറിഞ്ച്, ബാൻഡേജ്, പഞ്ഞികള്, തുണികള്, അതൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയനെയാണ് ഡർട്ടി റൂം എന്ന് പറയുന്നത്. ക്ലീൻ റൂം എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഉപയോഗിക്കാത്ത പുതിയതായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. ഡർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഉപയോഗിച്ച പഴയതായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കുന്ന ഏരിയാസ്. ഓക്കെ അല്ലേ? ലിനൻ റൂം എന്തായിരിക്കാം? ലിനൻ റൂം പേഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ള ബെഡ്ഷീറ്റുകള്, പില്ലോ കവറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്ലോത്തുകൾ അല്ലെ, ക്ലോത്തുകളൊക്കെ എന്ത് ചെയ്യുന്നത്? സൂക്ഷിച്ചു വെക്കുന്ന ഏരിയൻസിനെയാണ് നമ്മള് ലിനൻ റൂം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ മൊബൈൽ എക്യുപ്മെന്റ്സ്, ലൈക്ക് ട്രോളി, വീൽ ചെയർസ് എക്സെട്ര. എന്താണ് മൊബൈൽ എന്ന് പറഞ്ഞാല്? മൊബൈൽ എന്തായിരിക്കാം? മൊബൈൽ എക്യുപ്മെന്റ്സ് ഏരിയയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? മൂവബിൾ ആയിട്ടുള്ള അല്ലെ, മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ട്രോളി, വീൽ ചെയർ ഒക്കെ. അത് സൂക്ഷിച്ചു വെക്കുന്ന ആ റൂമിനെയാണ് നമ്മള് മൊബൈൽ എക്യുപ്മെന്റ്സ് റൂം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ്സ് ബേ എന്തായിരിക്കാം? മൊബൈൽ എക്സ്റേ എന്ന് പറഞ്ഞാല് സെയിം തന്നെയാണ് അല്ലെ, മൂവബിൾ ആയിട്ടുള്ള, നമ്മൾ പോർട്ടബിൾ എക്സ്റേ പഠിച്ചില്ലേ, അത് തന്നെ. മൂവബിൾ എക്സ്റേ പോലുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു വെക്കുന്ന റൂമുണ്ട്. ഇനി ക്ലീനേഴ്സ് റൂം അല്ലെ. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരാളെ ഒടിവോ ചതവോ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. അതിന്റെ എല്ലാം പ്രൊസീജിയർ, ബാൻഡേജ് ഒക്കെ ചുറ്റി അയാൾ ഒരു സ്റ്റേബിൾ ആക്കി. അപ്പൊ അതിന് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം അയാളുടെ തുണികളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സിറിഞ്ച്, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യന്റ് യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ട്, അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന റൂമിനെയാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ഒന്നുകൂടിയും പറയാം, ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റിന്റെ എല്ലാ സാധനങ്ങളും, പേഷ്യന്റ് യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അണുവിമുക്തമാക്കുന്നുണ്ട്, ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അങ്ങനെ ഡിസ്ഇൻഫെക്ട് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ആ റൂമിനെയാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അതർ ഏരിയയിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടായി? ഒന്നുകൂടിയും പറയാം. പ്രൊസീജിയർ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനർ സർജറി, അതുപോലെ എൻഡോസ്കോപ്പി, ലേസർ ട്രീറ്റ്മെന്റുകൾ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന ഏരിയനെയാണ് നമ്മള് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത്. പ്ലാസ്റ്റർ റൂം അറിയാലോ, പ്ലാസ്റ്റർ, ഒടിവോ ചതവോ എല്ല് പൊട്ടലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്ലാസ്റ്റർ ഇടും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റൂമിനെയാണ് പ്ലാസ്റ്റർ റൂം എന്ന് പറയുന്നത്. പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫാർമസി ഉണ്ടായിരിക്കും. പിന്നെ ഐസൊലേഷൻ റൂം എന്ന് പറഞ്ഞാല് കൊറോണ, നിപ്പയൊക്കെ വരുന്ന രോഗികളിലെ എന്ത് ചെയ്യുന്നുണ്ട്? ഐസൊലേറ്റഡ് ആയിട്ട് താമസിപ്പിച്ചിട്ട് അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഒരു റൂം, ഒറ്റയ്ക്ക് ഒരു റൂമിൽ താമസിപ്പിച്ചിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഡീകണ്ടാമിനേഷൻ ഏരിയ അറിയാലോ, കെമിക്കലിന്റെ എക്സാമ്പിൾ, ആ ഫാക്ടറിയിലെ എക്സാമ്പിൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല്
അണുവിമുക്തമാക്കുക. അപ്പോ കെമിക്കൽ എക്സ്പോഷൻ വന്നു, ഒരാൾ എന്ത് ചെയ്തു, ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും ആദ്യം പ്രവേശിപ്പിക്കുന്നത്. ആ കെമിക്കൽ മൊത്തം അണുവിമുക്തമാക്കിയിട്ടാണ് അയാൾക്ക് മറ്റു ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യം അയാളെ ഈ ഡീകണ്ടാമിനേഷൻ ഏരിയയിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. സ്റ്റോറേജ് അറിയാം അല്ലെ, എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് സ്റ്റോറേജ് റൂം എന്ന് പറയുന്നത്. ക്ലീൻ ആൻഡ് ഡേർട്ടി റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലീനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഉപയോഗിക്കാത്ത പുതിയതായിട്ടുള്ള സാധനങ്ങൾ, സിറിഞ്ച്, തുണികള്, പഞ്ഞികള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയനെയാണ് നമ്മൾ ക്ലീൻ റൂം എന്ന് പറയുന്നത്. ഡേർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പേഷ്യന്റ് യൂസ് ചെയ്തിട്ടുള്ള സിറിഞ്ച്, പഞ്ഞി പോലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂം. പിന്നെ ലിനൻ റൂം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ക്ലോത്തുകൾ അല്ലെ, ബെഡ് കവർ, പില്ലോസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന ഏരിയ. ഇനി മൊബൈൽ എക്യുപ്മെന്റ്സ്, ട്രോളി, വീൽ ചെയർസ് ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ആ റൂമിനെയാണ് നമ്മള് മൊബൈൽ എക്യുപ്മെന്റ്സ് റൂംസ് എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്, മൊബൈൽ എക്സ്റേ റൂംസ് ഉണ്ട് അല്ലെ, മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന റൂമുകൾ. ക്ലീനേഴ്സ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, പേഷ്യന്റിന്റെ എല്ലാ ഉപയോഗിച്ച എല്ലാ തുണികൾ, സിറിഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അണുവിമുക്തമാക്കുന്നുണ്ട്. ആ അണുവിമുക്തമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂമിൽ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതാണ് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ അതർ ഏരിയാസിലും? ഓക്കെ. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് പോർഷൻ ആണ്, പേഷ്യന്റ് ഫ്ലോ. ഈ കാര്യങ്ങളിലൂടെയാണ് പേഷ്യൻസിന്റെ ഫ്ലോ പോകുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, ട്രയേജ് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഫങ്ഷണൽ ഏരിയയില് ട്രയേജ് എന്ന്. അപ്പൊ ട്രയേജ് എന്ന് പറയുന്നത് എന്താണ്, ഗുരുതര അവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയ. ട്രയേജ് എന്ന് പറയുന്നത് എന്താണ്, ഗുരുതര അവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന ഒരു പ്രക്രിയയാണ് ട്രയേജ് എന്ന് പറഞ്ഞാല്. ഗുരുതര അവസ്ഥയിലുള്ള രോഗികൾക്ക് ആദ്യം ചികിത്സ നൽകുന്ന പ്രക്രിയ. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഓൾ പേഷ്യൻസ് ഷുഡ് ബി ട്രയേജ്ഡ് ത്രൂ എ സിംഗിൾ പോയിന്റ്. എല്ലാ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ട്രയേജ് എന്ന് പറയുന്നത്. എല്ലാ പേഷ്യൻസിനെയും ഒന്നുകൂടി ക്ലിയർ ആക്കി പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എന്താണ്, എല്ലാ പേഷ്യൻസിനെയും ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. Aim of triage is to sort patients for providing optimum care consistent with their medical need and ensuring efficient utilization of available resources. എന്താണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്, ട്രയേജിന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, സോർട്ട് ദ പേഷ്യന്റ് അല്ലെ. സോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, സോർട്ട് മീൻസ് എന്തായിരിക്കാം, സോർട്ട് വേർതിരിക്കുക അല്ലെങ്കിൽ എന്താണ്, ഡിവൈഡ് ചെയ്യുക അല്ലെ. അപ്പോ ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഓരോ പേഷ്യൻസിനെയും എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4 എന്നിങ്ങനെ തരംതിരിച്ച് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ട്രയേജിന്റെ എയിം എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? ട്രയേജിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ പേഷ്യൻസിനെയും അല്ലെ, ഇപ്പോ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ എന്താണ് പോയിസണിങ്, ആക്സിഡന്റ് അല്ലെ, പിന്നെ എന്താണ് ചിലപ്പോ നെഞ്ചുവേദന, വയറുവേദന, അങ്ങനെയുള്ള പേഷ്യൻസ്, ഡിഫറൻസ് പേഷ്യൻസ് ആണ് എവിടെ വരുന്നത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേഷ്യൻസിന് പ്രയോറിറ്റി കൊടുത്തിട്ട് പ്രയോറിറ്റിയുടെ ബേസിൽ തരംതിരിച്ച് വെക്കുന്നുണ്ട്. ക്ലിയർ ആയോ? അതാണ് ട്രയേജിന്റെ എയിം എന്ന് പറഞ്ഞാല്. ഒരു നോട്ട് തരാട്ടോ, നോട്ട്ബുക്ക് എടുത്തോ. ട്രയേജിനെ കുറിച്ചിട്ട് കുറച്ച് നോട്ട് തരാം. അപ്പോ ട്രയേജിനെ നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. ഞാനിവിടെ പറയുന്നത് ചില ഹോസ്പിറ്റലിൽ കാണണമെന്നില്ല, എന്നാലും എല്ലാ ഹോസ്പിറ്റലിന്റെ മാനദണ്ഡങ്ങളിലും വ്യത്യാസം ഉണ്ടാവാം. എന്നിരുന്നാലും ഓവറോൾ ആയിട്ട് എല്ലാ ഹോസ്പിറ്റലും പിന്തുടരുന്ന ട്രയേജ് സംവിധാനത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഹെഡിങ് കൊടുക്കാം,
ട്രയേജിനെ 4 തരംതിരിക്കാം. ഫസ്റ്റ് വൺ എങ്ങനെയാണ്? പ്രയോറിറ്റി 1, സെക്കൻഡ് വൺ പ്രയോറിറ്റി 2, തേർഡ് പ്രയോറിറ്റി 3, and fourth one is priority 4. Clear ആയോ? എഴുതിയോ? ഫസ്റ്റ് വൺ ഹെഡിങ് കൊടുക്കാം, പ്രയോറിറ്റി 1. ഹെഡിങ് ഫസ്റ്റ് വൺ പ്രയോറിറ്റി 1. അതിന്റെ അടിയിലായിട്ട് പോയിന്റ് ഇട്ടിട്ട് എഴുതണം കേട്ടോ. എന്താണ്? റെഡ് കാറ്റഗറി ആണത്. പ്രയോറിറ്റി 1 വരുന്ന പേഷ്യന്റിനെ റെഡ് കാറ്റഗറി ആയിട്ടാണ് തരംതിരിക്കുന്നത്. റെഡ് കാറ്റഗറി എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇനി സെക്കൻഡ് പോയിന്റ്, പേഷ്യന്റിന്, അവിടെ വരുന്ന പേഷ്യന്റിന് ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കുന്നത്. റെഡ് കാറ്റഗറി, RED, റെഡ്, ചുവപ്പ്, റെഡ് കാറ്റഗറി. സെക്കൻഡ് പോയിന്റ്, അവിടെ വരുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കുന്നത്. ഇമ്മീഡിയറ്റ് കെയർ ചെറുതാക്കി എഴുതിയാൽ മതി, നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടാണ് കേട്ടോ. ഫസ്റ്റ് വൺ റെഡ് കാറ്റഗറി, സെക്കൻഡ് വൺ ഇമ്മീഡിയറ്റ് കെയർ ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് വണ്ണില് കാഷ്വാലിറ്റിയിൽ വരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് വിത്തിൻ 0 മിനിറ്റിനുള്ളിലാണ്. അപ്പൊ ടൈം എന്ന് എഴുതാം, ഒരു ഹൈഫൺ ഇടാം, വിത്തിൻ 0 മിനിറ്റ്. ചെറുതാക്കിയാണ് ടെൻസ് പറഞ്ഞത്. ഇനി എക്സാമ്പിൾ ആയിട്ട് എന്ത് എഴുതാൻ പറ്റും? കാർഡിയാക് അറസ്റ്റ്. എക്സാമ്പിൾ ആയിട്ട് ഫോർത്ത് പോയിന്റ് എക്സാമ്പിൾ എന്ന് എഴുതാം, കാർഡിയാക് അറസ്റ്റ്, ഹൃദയാഘാതം. ഓക്കെ. അപ്പൊ പ്രയോറിറ്റി 1 റെഡ് കാറ്റഗറി ആണ്, ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. ടൈം എങ്ങനെയാണ്? വിത്തിൻ 0 മിനിറ്റിനുള്ളിലാണ് അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ് എക്സാമ്പിൾ ആയിട്ട്? കാർഡിയാക് അറസ്റ്റ്. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ. ഇനി സെക്കൻഡ് പ്രയോറിറ്റി 2. പ്രയോറിറ്റി 2 അതില് ഫസ്റ്റ് വൺ എഴുതാം. ഫസ്റ്റ് പോയിന്റ് യെല്ലോ കാറ്റഗറി. ഇതെല്ലാം ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ക്രോഡീകരിച്ച് പറഞ്ഞു തരാം. കിട്ടാത്തവരപ്പോൾ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് എഴുതിക്കും. പ്രയോറിറ്റി 2 ഫസ്റ്റ് പോയിന്റ് ആണ് യെല്ലോ കാറ്റഗറി. സെക്കൻഡ് പോയിന്റ് വെരി അർജന്റ്. വെരി അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. തേർഡ് പോയിന്റ് ടൈം എന്നിടാം, ഹൈഫൺ ഇടാം, വിത്തിൻ 1 മിനിറ്റ്. വിത്തിൻ 1 മിനിറ്റ്. 1 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. എക്സാമ്പിള് ആക്സിഡന്റ്. എക്സാമ്പിള് ആക്സിഡന്റ്. ഇപ്പൊ പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി ആണ്. വെരി അർജന്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ടൈം എന്ന് പറയുന്നത് വിത്തിൻ 1 മിനിറ്റ് ആണ്. പിന്നെ എക്സാമ്പിള് എന്താണ്? ആക്സിഡന്റ്. ഓക്കെ അല്ലേ? പ്രയോറിറ്റി 3 നെക്സ്റ്റ് ആണ്. പ്രയോറിറ്റി 3. പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി. ഫസ്റ്റ് വൺ ഗ്രീൻ കാറ്റഗറി. സെക്കൻഡ് പോയിന്റ് അർജന്റ് കെയർ. അർജന്റ് കെയർ. ഗ്രീൻ കാറ്റഗറി, അർജന്റ് കെയർ. നെക്സ്റ്റ് പോയിന്റ് ടൈം ഹൈഫൺ within 30 minutes. Within 30 minutes. 30 ട്ടോ.
within 30 minutes. Example, chest pain, abdominal pain. ഇതിനകത്ത് വരുന്നത് ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ഹൃദയാഘാതം കൊണ്ടുവരുന്ന പെയിൻ അല്ല, അല്ലാതെ ഇപ്പോ ഗ്യാസ് ആയിട്ടൊക്കെ നമുക്ക് വരുമല്ലോ പെയിൻ, അതാണ് ട്ടോ ഉദ്ദേശിക്കുന്നത്. ചെസ്റ്റ് പെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ഒക്കെ കൊണ്ട് നമുക്ക് പെയിൻ വരുമല്ലോ, അതിന്റെയാണ് ട്ടോ. അപ്പൊ പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി ആണ്. അർജന്റ് കെയർ ആണ് കൊടുക്കുന്നത്. ടൈം എത്രയാണ്? വിത്തിൻ 30 മിനിറ്റ് ആണ്. എക്സാമ്പിള് ചെസ്റ്റ് പെയിൻ, അബ്ഡോമിനൽ പെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രയോറിറ്റി 4. പ്രയോറിറ്റി 4 ഫസ്റ്റ് പോയിന്റ് ബ്ലാക്ക് കാറ്റഗറി. ബ്ലാക്ക് കാറ്റഗറി, ബ്ലാക്ക് കാറ്റഗറി. സെക്കൻഡ്, ലെസ് അർജന്റ് കെയർ. ലെസ് അർജന്റ് കെയർ. തേർഡ് പോയിന്റ് ടൈം 1 hour. ടൈം 1 hour. എക്സാമ്പിൾ മൈൽഡ് ഹെഡേക്ക്. മൈഗ്രെയിൻ ഒക്കെ ആയിട്ട് നമുക്ക് തലവേദന വരാറില്ലേ? മൈഗ്രെയിന്റെ തലവേദനയൊക്കെ, അതാണ് മൈൽഡ് ഹെഡേക്ക്. അതുപോലെ എന്താണ് ഫീവർ ഒക്കെ നമുക്ക് ഇതിൽ പെടുത്താം. മൈൽഡ് ഹെഡേക്ക്, ഫീവർ എക്സെട്ര. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും? ഒന്നുകൂടിയും പറയാം. പ്രയോറിറ്റി 1 അല്ലെ, നമ്മള് ട്രയേജിനെ 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രയോറിറ്റി 1, പ്രയോറിറ്റി 2, പ്രയോറിറ്റി 3, പ്രയോറിറ്റി 4. പ്രയോറിറ്റി 1 റെഡ് കാറ്റഗറി ആണ്. ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കുന്നത്. അതുപോലെ എന്താണ് വിത്തിൻ ടൈം എന്ന് പറയുന്നത് എന്താണ്? വിത്തിൻ 0 മിനിറ്റ്സിനുള്ളിലാണ് കൊടുക്കേണ്ടത് ട്രീറ്റ്മെന്റ്. പിന്നെ എന്താണ്? കാർഡിയാക് അറസ്റ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി, വെരി അർജന്റ്. അതുപോലെ ടൈം എന്ന് പറയുന്നത് വിത്തിൻ 1 മിനിറ്റ് ആണ്. എക്സാമ്പിള് ആക്സിഡന്റ്. ഇനി പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി, അർജന്റ് കെയർ. ടൈം എന്ന് പറയുന്നത് വിത്തിൻ 30 മിനിറ്റ്സ്. എക്സാമ്പിള് ചെസ്റ്റ് പെയിൻ, അബ്ഡോമിനൽ പെയിൻ. ഫോർത്ത് പ്രയോറിറ്റി 4 അതിൽ പറയുന്നത് ബ്ലാക്ക് കാറ്റഗറി, ലെസ് അർജന്റ് കെയർ. ടൈം 1 hour. എക്സാമ്പിള് മൈൽഡ് ഹെഡേക്ക്, ഫീവർ. കിട്ടിയില്ലേ? ഓക്കെ അല്ലേ? ട്രയൽസ് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിസപ്ഷൻ. ക്ലോസ് ഓപ്പറേഷണൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് വിത്ത് ട്രയേജ്. ട്രയേജ് എന്താണ്? ട്രയേജുമായിട്ട്, ആ വിഭാഗവുമായിട്ട് എന്ത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം? റിസപ്ഷൻ എന്ന് പറയുന്നത്. റിസപ്ഷൻ എന്ന് പറയുന്നത് ക്ലോസ് റിലേറ്റഡ് ആയിരിക്കണം. ട്രയേജും റിസപ്ഷനും കൂടിയായിരിക്കണം, ക്ലോസ് ആയിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ആഫ്റ്റർ ട്രയേജ് പേഷ്യൻസ് ഡീറ്റെയിൽസ് ആർ റെക്കോർഡ് ബൈ ദ ക്ലറിക്കൽ സ്റ്റാഫ്. അപ്പോ ട്രയേജിന് ശേഷം പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത് ആരായിരിക്കണം? ക്ലറിക്കൽ സ്റ്റാഫുകളായിരിക്കും. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് അല്ലെ, ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്തായാലും പേര്, വിവരങ്ങള് എല്ലാം റെക്കോർഡ് ചെയ്യേണ്ടത്. ന്യൂ മെഡിക്കൽ റെക്കോർഡ്സ് ഈസ് ഐദർ റേസ്ഡ് ഓർ ഓൾഡ് വൺ റിട്രീവ്. എന്താണ് ഇവിടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യന്റ് അവിടെ ചികിത്സിക്കുന്ന ആളാണെങ്കിൽ എന്താണ് ഓൾഡ് മെഡിക്കൽ റെക്കോർഡ് എടുത്താൽ മതി. പക്ഷെ എന്താണ് പുതിയ ആളിനെയാണ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? റിസപ്ഷൻ എളുപ്പല്ലേ അത്? ഓക്കെ, ഇനി എന്താണ് ട്രീറ്റ്മെന്റ് അല്ലെ. പേഷ്യൻസ് മേ ബി ഡയറക്റ്റഡ് ടു റെസിസ്റ്റേഷൻ ഏരിയ, acute treatment area, consultation or fast track area, medical imaging or waiting area, emergency treatment is initiated. ട്രീറ്റ്മെന്റ് എങ്ങനെ നടക്കാം? ഫസ്റ്റ് മിസ് പറഞ്ഞു അല്ലെ, റെസിസ്റ്റേഷൻ ഏരിയയിൽ എന്താണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, ഒരു എംപ്ലോയി പെട്ടെന്ന് തന്നെ ഓഫീസിൽ വെച്ച് തളർന്നി വീണു അല്ലെ, മുഖമൊക്കെ ഇങ്ങനെ കൂടിയിരിപ്പുണ്ട്. അപ്പൊ കൂടെയുള്ള കൊളീഗ്സിന് ഒന്നും മനസ്സിലായില്ല എന്താ കാരണം എന്താണെന്നുള്ളത്.
പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്തു, ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ കയറ്റി അല്ലെ. അപ്പോ ഫസ്റ്റ് തന്നെ ആ പേഷ്യന്റിനെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, റെസിസ്റ്റേഷൻ ഏരിയയിലോട്ടായിരിക്കും. എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്, ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇയാൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാരണം അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ റെസിസ്റ്റേഷൻ ഏരിയയിലോട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഏരിയാസ് ഉണ്ട്. പിന്നെ എന്താണ്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ പറഞ്ഞു അല്ലെ. എന്താണ്, ഇപ്പോ വയറുവേദനയായിട്ടോ ഇപ്പൊ ഗ്യാസിന്റെ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെ എങ്ങനെയാണ് പ്രവേശിപ്പിക്കുന്നത്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലോട്ടായിരിക്കും അല്ലെ. നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസുകളെ ആയിരിക്കും അല്ലെ അവിടെ പ്രവേശിപ്പിക്കുന്നത്. അങ്ങനെ അതാണ് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല്. കൺസൾട്ടേഷൻ അറിയാലോ, ഡോക്ടേഴ്സ് ആയിട്ട് നമ്മൾ സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അപ്പൊ അവരിരിക്കുന്ന ഏരിയയാണ് കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത്. മെഡിക്കൽ ഇമേജിംഗ് അതെന്തായിരിക്കും, പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്. മെഡിക്കൽ ഇമേജിംഗ് ഏരിയാസ് എന്തായിരിക്കും, മെഡിക്കൽ ഇമേജിംഗ് എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ എടുക്കുമല്ലോ. അങ്ങനെയുള്ള ഏരിയാസിനെയാണ് മെഡിക്കൽ ഇമേജിംഗ് ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് രോഗികൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, റിവാലുവേഷൻ ആൻഡ് ED ഫിസിഷ്യൻ. എന്താണ് ED എന്ന് പറഞ്ഞാല്, ED ഫിസിഷ്യൻ, ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ. അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ED ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഫിസിഷ്യൻ will reevaluate patient condition after treatment and assess test result because the result may give them additional insight into the type of treatment you need. എന്താണ്, ഫസ്റ്റ് തന്നെ ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഒരു ആക്സിഡന്റ് ആയിട്ടാണ് ഒരു പേഷ്യന്റിനെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ പ്രവേശിപ്പിച്ചതെങ്കിൽ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഈ ED ഫിസിഷ്യൻ വന്നിട്ട് അയാളെ ഒന്ന് നോക്കും. നോക്കിയിട്ട് എന്ത് ചെയ്യും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ചോരയൊക്കെ വാർത്ത് കിടക്കുന്ന ആളായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, നമ്മള് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം. ഫസ്റ്റ് എയ്ഡ് കൊടുത്തതിന് ശേഷം ആളൊന്ന് റിക്കവർ ആയതിനു ശേഷം ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അല്ലെ. ED ഫിസിഷ്യൻ വന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു റിക്കവർ ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു, റീചെക്ക് ചെയ്യുന്നു. അതാണ് റീ ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ഫസ്റ്റ് തന്നെ ഫിസിഷ്യൻ വന്ന് നോക്കി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, അതിനുശേഷം ആളൊന്ന് റിക്കവർ ആയി, അതിനുശേഷം എന്ത് ചെയ്തു, പിന്നെയും റീചെക്ക് ചെയ്തു, റീ ഇവാലുവേഷന് വന്നു. ടെസ്റ്റുകള് അങ്ങനെയുള്ള MRI സ്കാൻ, CT സ്കാൻ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തില് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് തന്നെ ഇപ്പോ മിസ് പറഞ്ഞതുപോലെ ആക്സിഡന്റ് കേസൊക്കെ ആയിട്ടാണ് ഒരാളെ പ്രവേശിപ്പിക്കുന്നതെങ്കിൽ ആദ്യം ഈ ED ഫിസിഷ്യൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. അതിനുശേഷം ആളൊന്ന് റിക്കവർ ആയതിനു ശേഷം എന്ത് ചെയ്യുന്നത്, റീചെക്ക് ചെയ്തിട്ട് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വെച്ച് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ റീ ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താണ്, ഡിസ്ചാർജ് വരുന്നുണ്ട് അല്ലെ. ഡിസ്ചാർജ് ബേസ്ഡ് ഓൺ ട്രീറ്റ്മെന്റ് പേഷ്യന്റ് ടു ബി റിമൂവ്ഡ് ആഫ്റ്റർ സ്റ്റെബിലൈസേഷൻ. പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് പേഷ്യന്റ് സ്റ്റേബിൾ ആയതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എവിടേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്, റൂമിലേക്കോ അല്ലെങ്കിൽ വാർഡിലേക്കോ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നേരിട്ട് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യില്ല, ഒന്നല്ലെങ്കിൽ വാർഡിലേക്ക് ഒന്നല്ലെങ്കിൽ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കണ്ടീഷൻ ബെറ്റർ ആയതിനു ശേഷമാണ് വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. All patients receive written home care instructions to follow when discharged. Referral can be made based on facilities of hospital patient's condition if needed. എന്താണ്, ഇപ്പൊ സ്ട്രോക്ക് വന്ന പേഷ്യന്റ് ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് കുറെ എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. ഫിസിയോതെറാപ്പിയിലൂടെയാണ് അയാളെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് അവർ റിട്ടേൺ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഴുതിയിട്ടാണ് ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ആ പേഷ്യൻസിന്. ക്ലിയർ ആയോ?
സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ഹോം കെയർ ഇൻസ്ട്രക്ഷൻസ് ഈ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യും. അത് ഏത് രീതിയിലായിരിക്കും? റിട്ടേൺ രീതിയിലായിരിക്കും കൊടുക്കുന്നത്. ഇനി എന്താണ്, ചില പേഷ്യൻസിനെ എന്ത് ചെയ്യില്ല, വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല. അതിന് പകരമായിട്ട് റെഫറൻസ് അല്ലെ വേറെ ഹോസ്പിറ്റൽസിലോട്ട്, ഇപ്പൊ ഈ കൊണ്ടുവന്ന ഹോസ്പിറ്റൽസിൽ അധികം ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് റെഫറൽ എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? കുറെ അധികം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നുണ്ട്. ക്ലിയർ ആയോ അത്? ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, റെഫറൽ ഇൻ ഉണ്ട്, റെഫർ ഔട്ട് ഉണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. റെഫർ ഇൻ ആൻഡ് റെഫർ ഔട്ട്. റെഫർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ കൊണ്ടുപോകുന്നതാണ് റെഫർ ഔട്ട്. റെഫർ ഇൻ എന്തായിരിക്കാം? മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിലോട്ട് രോഗിയെ കൊണ്ടുവരുന്നതാണ് റെഫർ ഇൻ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലിയർ ആണോ? റെഫർ ഔട്ടും റെഫർ ഇന്നും. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക് ഫോഴ്സ് ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പോവാം. ഇനി എന്താണ് ഫസ്റ്റ് പോയിന്റ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, CMO. CMO എന്നാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ പറയുന്നത്. ബ്രാക്കറ്റിൽ എഴുതി വെക്കണം കേട്ടോ. CMO, എക്സ്പാൻഡ് CMO അല്ലെങ്കിൽ ഫുൾ ഫോം ഓഫ് CMO എന്നൊക്കെ ചോദിക്കുമ്പോ എന്തെഴുതും നിങ്ങള്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എഴുതണം. ഓക്കെ. അപ്പോ ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ആയിരിക്കും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്നത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളും അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുന്ന ആളുമാണ് ആര്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് നെക്സ്റ്റ് ആണ്, കൺസൾട്ടന്റ് ഷുഡ് ബി അവൈലബിൾ അല്ലെ. സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എവിടെ ഉണ്ടാവും? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അതുപോലെ RN വിത്ത് ട്രെയിൻഡ് EMT അറ്റ് ട്രേഡ് സെക്ഷൻ. RN എന്താണെന്ന് അറിയോ? RN ഫുൾ ഫോം എന്താണെന്ന് അറിയോ? രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെ. വെരി ഗുഡ് പൂജ. രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ് RNന്റെ ഫുൾ ഫോം. അറിയാത്തവർ എഴുതി വെക്കാട്ടോ. RN മീൻസ് രജിസ്റ്റേർഡ് നേഴ്സ്. ഇവരെന്താണ്? PG കഴിഞ്ഞിട്ടുള്ള നേഴ്സുകളായിരിക്കും. ഇപ്പൊ BSc നേഴ്സ് ഒക്കെ എടുത്തവരുണ്ടാവില്ലേ, അതിന്റെ PG ചെയ്തവരായിരിക്കും RN അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സുമാര് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രോഗം ഡയഗ്നോസിസ് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലെ, രോഗം നിർണയിച്ചു. ഇപ്പൊ ക്യാൻസർ ഒക്കെ നമ്മൾ എന്താണ് കുറെ അധികം പ്രൊസീജിയർ നടത്തിയിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത് അല്ലെ. ഈ ക്യാൻസർ ആണ് എന്നുള്ള രോഗം നിർണയിക്കുന്നത് കുറെ അധികം പ്രൊസീജിയറിലൂടെ ആയിരിക്കും. അപ്പൊ ഈ പ്രൊസീജിയർ ഒക്കെ കറക്റ്റ് രീതിയിലാണ് നടക്കുന്നത്. എത്ര വരെയായി പ്രൊസീജിയർ, ഇനി ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഏതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് ആരായിരിക്കും? ഈ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. രജിസ്റ്റേർഡ് നേഴ്സിന്റെ ഡ്യൂട്ടി ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കി കറക്റ്റ് രീതിയിലാണോ നടത്തുന്നത് എന്ന് നോക്കുന്നത്. ക്ലിയർ ആയോ? രോഗം നിർണയിക്കുന്ന ഒരു പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ക്യാൻസർ, എക്സാമ്പിൾ ഒരു ക്യാൻസർ എന്താണ്, നമ്മളിപ്പോ ഒരു ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു മുഴയൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് ടിഷ്യൂ എടുത്തിട്ടാണ് നമ്മള് ദ്രവമോ ടിഷ്യൂ എടുത്തിട്ടാണ് ക്യാൻസർ ആണെന്ന് നമ്മളത് ഡയഗ്നോസിസ് ചെയ്ത് നിർണയിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ അധികം പ്രൊസീജിയേഴ്സും നടക്കുന്നുണ്ട് അതിലൂടെ. ഓരോ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് നടത്തിയാണ് ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോൾ ഇത് രോഗം ഇതാണ് എന്ന് കണ്ടെത്തുന്നത്. അപ്പൊ ആ പ്രൊസീജിയർ കറക്റ്റ് രീതിയിലാണോ നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഡ്യൂട്ടീസ് ഒക്കെ ആർക്കാണ് വരുന്നത്? രജിസ്റ്റേർഡ് നേഴ്സിനായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാല് ഓക്കെ. ഇനി എന്താണ് EMT? EMT എന്ന് പറഞ്ഞാൽ എന്താ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്.
എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ്. ഓക്കെ, കിട്ടാത്തവര് പൂജ കമന്റ് ഇട്ടിട്ടുണ്ട്, അതിൽ നോക്കി എഴുതണം കേട്ടോ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് EMT. അപ്പോ RN ഉണ്ട്, രജിസ്റ്റേർഡ് നേഴ്സും ഉണ്ട്, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. പിന്നെ എന്താണ് സ്കിൽഡ് നഴ്സിംഗ് ടീം അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള നഴ്സിംഗ് ടീമുകളും എവിടെയുണ്ട്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ഇതറിയാലോ. ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് ആരായിരിക്കും? ആരായിരിക്കും? എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ ഒക്കെ ചെയ്യുമല്ലോ. അപ്പൊ അവിടെയുള്ള ടെക്നീഷ്യൻസിനെയാണ് നമ്മള് ഡയഗ്നോസ്റ്റിക് ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സ്. അവിടെ പേഷ്യന്റ് കെയർ അസിസ്റ്റന്റും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ്സും അവൈലബിൾ ആയിരിക്കും. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫോഴ്സിൽ ആരൊക്കെ വരും? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ വരും, അതുപോലെ എന്താണ് കൺസൾട്ടന്റ് അല്ലെ, സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടാവും, RN രജിസ്റ്റേർഡ് നേഴ്സും, അതുപോലെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഉണ്ടാവും, സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സുമാരുണ്ടാവും, ടെക്നീഷ്യൻസ് ഉണ്ടാവും അല്ലെ, എക്സ്റേ MRI ഒക്കെ ചെയ്യുന്ന ടെക്നീഷ്യൻസ്, സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഉണ്ടാവും, പേഷ്യന്റ് കെയർ അസിസ്റ്റന്റ് ആൻഡ് എക്സിക്യൂട്ടീവ്സും അവൈലബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് നോക്കാം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്. അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെ പെടും? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്ക് അല്ലെ, ഓരോ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്ന ക്ലർക്കുകൾ ഉണ്ടാവാം. രജിസ്ട്രേഷൻ ക്ലർക്ക്, അഡ്മിഷൻ ക്ലർക്ക്, പേഷ്യന്റിന്റെ അഡ്മിഷൻ സമയത്ത്, അഡ്മിറ്റ് ആവുന്ന സമയത്ത് പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യുന്ന ക്ലർക്കും അവിടെ അവൈലബിൾ ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിൽ ആരൊക്കെ പെടും? മെഡിക്കൽ റെക്കോർഡ് ക്ലർക്കും രജിസ്ട്രേഷൻ ക്ലർക്കും ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? പേരുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. എക്സ്പാൻഡ് ഫോം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ആണ് റെക്കോർഡ്സ്. റെക്കോർഡ്സ് ഫസ്റ്റ് വൺ എന്താണ്? പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ്സിൽ എന്തൊക്കെ പെടും? പേഷ്യന്റിന്റെ പേര് അല്ലെ, പേര്, അഡ്രസ്, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഏജുകള്, അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് എവിടെ വരാം? പേഷ്യന്റ് റെക്കോർഡിൽ വരുന്നത്. ഇനി കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ അല്ലെ, കാഷ്വാലിറ്റിയിൽ കൊണ്ടുവരുമ്പോൾ ചില പേഷ്യൻസ് എന്ത് ആവാറുണ്ട്? ഡെത്ത് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നതാണ് കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി എന്താണ് തേർഡ് വൺ? ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡ്. ഓരോ രോഗിയെ ഒബ്സർവ് ചെയ്യുന്നതും അതുപോലെ അവർക്ക് എന്തൊക്കെ ഫോളോ അപ്പുകളാണ് കൊടുത്തിട്ടുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തു വെക്കുന്നതാണ് ഒബ്സർവേഷൻ ആൻഡ് ഫോളോ അപ്പ് റെക്കോർഡിൽ വരുന്നത്. ഇനി റഫറൽ റെക്കോർഡ് അറിയാലോ. റഫറൽ എന്തായിരിക്കും? ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. റഫറൽ റെക്കോർഡ് റെഫർ ചെയ്യുന്നത് അല്ലെ, ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ മാറ്റണമെങ്കിൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്ന റെക്കോർഡാണ് റഫറൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് അറിയാലോ, രോഗിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്, എന്തൊക്കെ മെഡിസിനുകളാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് ട്രീറ്റ്മെന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. ഇനി മൈനർ OT റെക്കോർഡ്സ് എന്തായിരിക്കാം? OT എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ എന്തെങ്കിലും മൈനർ ആയിട്ട് സർജറി അല്ലെങ്കിൽ ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് മൈനർ OT റെക്കോർഡ്സ് എന്ന് പറഞ്ഞാല്. ഇനി ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോംസ് ആൻഡ് രജിസ്റ്റർ അല്ലെ, എന്തെങ്കിലും ഇൻസിഡന്റ്, ആക്സിഡന്റ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സ്പോട്ടിൽ വെച്ചാണ് നടന്നത്, ഏത് ടൈമിലാണ്, എവിടെ വെച്ചാണ്, ഏത് ജില്ലയിൽ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസ് നടക്കുമ്പോ അയാളുടെ റിലേറ്റീവ്സ് കൂടെ വന്നിട്ടുണ്ടാവുമല്ലോ, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റൽസ് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുമ്പോ കൊടുക്കാൻ വേണ്ടിയിട്ട്, വിവരങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് നടന്നത്, ഏത് സമയത്താണ്, ഏത് ജില്ലയിൽ വെച്ചാണ്, ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് സ്പോട്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണോ മക്കളെ? ബോറടിക്കുന്നുണ്ടാ? ഉറക്കം വരുന്നുണ്ടാ? ഓക്കെ, ഇല്ല. ഓക്കെ, ഇനി
എന്താണ് രജിസ്റ്റർ attendance registers of all categories of staff അല്ലെ, അവരുടെ എല്ലാ സ്റ്റാഫിന്റെയും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് രജിസ്റ്റർ ഓഫ് ഡ്യൂട്ടി ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് എക്സെട്ര. ചിലപ്പോ എന്താണ് ഈ ഹോസ്പിറ്റലില് വേറെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് വന്നിട്ട് രോഗികളെ കൺസൾട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഡോക്ടേഴ്സുകൾ ഉണ്ടാവും, കുറേയധികം സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാവും. അവരുടെയൊക്കെ രജിസ്റ്റർ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ് ഓൾ ഡോക്യുമെന്റ്സ്, എക്സാമ്പിൾ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്. എന്താണ് ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞാല്? ഡ്രഗ് ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മെഡിസിൻസ് കേട്ടാ, രോഗികൾക്ക് കൊടുക്കുന്ന മെഡിസിന്റെ ചാർട്ടുകളെയാണ് ഡ്രഗ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോം ഒക്കെ. രോഗി ആക്സിഡന്റ് കേസൊക്കെ ആയിട്ട് രോഗികളെ എമർജൻസിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ ഈ റിലേറ്റീവ്സ് എന്ത് ചെയ്യണം, ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ ഫോം ഫില്ല് ചെയ്തിട്ട് ഇവിടെ കൊടുക്കും, ഹോസ്പിറ്റൽസ് കൊടുക്കും. ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യും, മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലൊക്കെ അയച്ചിട്ടാണ് നമുക്ക് കറക്റ്റ് ഫോമിൽ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അല്ലെ. ബർത്ത് സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ടാവും. പിന്നെ എന്താണ് MLC record with all diagnostic and investigation results are kept under lock. Key under CMO casualty. Casualty അല്ല കേട്ടോ, അവിടെ casualty എന്നാണ്. CMO casualty എന്നാക്കാം. CMO ആരാണ്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. അപ്പോ ഈ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ MLC റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ എന്താണ് ഈ MLC റെക്കോർഡ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ കീപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ MLC എന്ന് പറഞ്ഞാൽ എന്താണ്? MLC റെക്കോർഡുകളിൽ എന്തൊക്കെ വരും? MLCയുടെ ഫുൾ ഫോം എന്താണ്? മെഡിക്കോ ലീഗൽ കേസസ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. MLCയുടെ ഫുൾ ഫോം ആണ് മെഡിക്കോ ലീഗൽ കേസസ്. എന്തൊക്കെയാണ് മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട് വരുന്നത്? ആക്സിഡന്റ്, ട്രോമ, അസാൾട്ട്. അസാൾട്ട് ആക്രമങ്ങൾ, റേപ്പ്, പോയിസണിങ്, അൺകോൺഷ്യസ് ഡെത്ത് ഷുഡ് ബി സ്റ്റാമ്പ്ഡ് ആസ് MLC. എന്താണ് ഈ മെഡിക്കോ ലീഗൽ കേസുകൾ അല്ലെ? ചിലപ്പോ എന്താണ് പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കുന്നു, റേപ്പ് ചെയ്ത് കൊല്ലാൻ നോക്കിയിട്ടുണ്ടാവും. പിന്നെ എന്താണ് ചിലപ്പോ ആക്രമിച്ചിട്ട് അല്ലെ, ആക്രമണങ്ങള്, അങ്ങനെയുള്ള കേസുകളെയാണ് മെഡിക്കോ ലീഗൽ കേസുകളായിട്ട് പറയുന്നത്. അപ്പോ ഈ MLC എന്ന് പറഞ്ഞാല് എന്താണ്? ഹോസ്പിറ്റൽസിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആര്? CMO. ക്ലിയർ ആയോ? ഇങ്ങനെ റേപ്പ് ചെയ്ത് വരുന്ന പേഷ്യന്റുകൾ ഉണ്ടാവും, പോയിസൺ കൊടുത്ത് കൊല്ലാൻ നോക്കി അങ്ങനെയുള്ള പേഷ്യന്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യണം? പ്രത്യേകമായിട്ട് മെഡിക്കോ ലീഗൽ കേസസിലാണ് ഇവര് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രത്യേകമായിട്ട് MLC സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിച്ചു വെക്കേണ്ട കടമ ആർക്കുണ്ട്? CMO. ആരാണ് CMO എന്ന് പറഞ്ഞത്? കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ പ്രത്യേകമായിട്ട് MLC സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? എന്തെങ്കിലും പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രത്യേകമായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എന്താണ്? പോലീസ് ഇന്റിമേഷൻ ബുക്ക് അല്ലെ, പോലീസിന്റെ നമ്പറുകള് അതുപോലെയുള്ള വിവരങ്ങളൊക്കെ എന്താണ് അങ്ങനെയുള്ള പോലീസിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് കീപ്പ് ചെയ്ത് വെക്കണം. പ്രത്യേകമായിട്ട് ഇങ്ങനെ പോലീസ് കേസൊക്കെ വരികയാണെങ്കിൽ പോലീസിന്റെ വിവരങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഒരു ബുക്ക് കീപ്പ് ചെയ്യണം. അതാണ് പോലീസ് ഇന്റിമേഷൻ ബുക്ക് എന്ന് പറഞ്ഞാല്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും റെക്കോർഡ്സ് ആണ് നമ്മളുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ളത്. പേഷ്യൻസ് റെക്കോർഡുകൾ, കാഷ്വാലിറ്റി ഡെത്ത് രജിസ്റ്റർ, ഒബ്സർവേഷൻ, റെഫറൽ അറിയാലോ, ട്രീറ്റ്മെന്റ്, അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, പിന്നെ എന്താണ് എന്തെങ്കിലും മൈനർ ഓപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള
റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വെക്കണം. ഇൻസിഡന്റ്, ഇപ്പൊ ആക്സിഡന്റ് ഒക്കെ നടക്കണമെങ്കിൽ അത് എവിടെ വെച്ചാണ്, ഏത് സ്പോട്ടിൽ വെച്ചാണ്, ഏത് സമയമാണ്, ഏത് ജില്ലയിൽ വെച്ചാണ് നടന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള് റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് അവർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള റെക്കോർഡുകളാണ് ഇൻസിഡന്റ് റിപ്പോർട്ട് ഫോം ആൻഡ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അറ്റൻഡൻസ് രജിസ്റ്റർ അല്ലെ, എല്ലാ സ്റ്റാഫുകൾക്കും അവിടെ എന്തുണ്ടാവും, അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും. പിന്നെ എന്താണ്, ഡ്യൂട്ടി ഡോക്ടേഴ്സിനും സ്പെഷ്യലിസ്റ്റിനും പ്രത്യേകമായിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ടാവും. പിന്നെന്താണ്, രോഗികളുടെ അഡ്മിഷൻ കാർഡ്, കേസ് ഷീറ്റ്, ഡ്രഗ് ചാർട്ട് അല്ലെ, മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട ചാർട്ടുകളെയാണ് ഡ്രഗ് ചാർട്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഫോമുകൾ, ഇതൊക്കെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, CMO ഇത് ചെയ്തിരിക്കണം, MLC റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം. MLC എന്ന് പറഞ്ഞാൽ എന്താണ്, മെഡിക്കോ ലീഗൽ കേസസ്. അത് ഏതൊക്കെയാണ്, ട്രോമ, ആക്സിഡന്റ്, അക്രമങ്ങൾ, അസാൾട്ട്, റേപ്പ്, പോയ്സൺ, അതുപോലെയുള്ള കേസസുകളെയാണ് നമ്മള് മെഡിക്കോ ലീഗൽ കേസസുകളായിട്ട് പറയുന്നത്. ഇത് എന്താണ്, CMO പ്രത്യേകമായിട്ട് MLC സ്റ്റാമ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ, പോലീസിന്റെ ഭാഗത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സ്റ്റാമ്പ് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ്, പോലീസ് ഇന്റിമേഷൻ ബുക്ക് അല്ലെ, പോലീസിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ബുക്കും കീപ്പ് ചെയ്തിരിക്കണം. ക്ലിയർ ആയോ മക്കളെ? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങള് ഇത്രയും വരുമ്പോ പഠിച്ചിട്ട് വരണം കേട്ടോ, മറക്കരുതേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ.